നമ്മുടെ ആധുനിക കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരിക്കുന്ന അസ്ത്രങ്ങൾ രാമായണത്തിന്റെ യുദ്ധത്തിൽ നേരെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം അത് രാമായണത്തില് രാമരാവണ യുദ്ധത്തില് നിരവധി ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നേരെ അവസാനത്തെ ആയുധമാണ് ബ്രഹ്മാസ്ത്രം എന്ന് പറയും. അപ്പോൾ സാധാരണഗതിക്ക് നേരെ രാമായണത്തിലുള്ളതായിരിക്കുന്ന ആയുധങ്ങൾ നേരെ പലതരത്തിലുള്ളതായിരിക്കുന്ന ആയുധങ്ങളുണ്ട്. അപ്പോൾ അത് നേരെ ഖഡ്ഗങ്ങൾ, അതേപോലെ തന്നെ നേരെ ഈ പ്രധാനപ്പെട്ടതായിരിക്കുന്ന പലതരത്തിലുള്ളതായിരിക്കും ഇന്ദ്രൻ്റേതായിരിക്കുന്ന അസ്ത്രം. അപ്പോൾ നേരെ ഇന്ദ്രൻ്റേതായിരിക്കുന്ന അസ്ത്രം, പിന്നെ വരുണൻ്റേതായിരിക്കുന്ന അസ്ത്രം. കാരണം ഇതെല്ലാം അതാത് ദേവതന്മാർ കൊടുത്തതായിരിക്കുന്ന ശക്തികളാണ്. അതാണ് നേരെ വരുണൻ്റെ അസ്ത്രം, വരുണാസ്ത്രമുണ്ട്. അതേപോലെ ഇന്ദ്രൻ്റെ ദിവ്യമായിരിക്കുന്ന അസ്ത്രം, അതാണ് ഇന്ദ്രൻ്റെ അസ്ത്രം. അപ്പോൾ അത് നേരെ ഇന്ദ്രൻ്റെ അസ്ത്രമായിട്ട് തന്നെയാണ് കണക്കാക്കുക. അപ്പോൾ ഇന്ദ്രൻ്റേതായിരിക്കുന്ന ആ ചാപമുണ്ട്. അപ്പോൾ ഇന്ദ്രൻ്റെ ചാപം. അപ്പോൾ അതിന് സാധാരണഗതി പറയാം ഇന്ദ്രൻ ഉപയോഗിക്കുന്നതാണ് ഇന്ദ്രൻ്റെ ദണ്ഡാണ്. അപ്പോൾ ഇന്ദ്രൻ്റേതായിരിക്കുന്ന ആ ഇന്ദ്രദണ്ഡുണ്ട്. അതേപോലെ തന്നെ വരുണൻ്റെ അസ്ത്രമുണ്ട്, വരുണാസ്ത്രം. വായു ഭഗവാന്റെ അസ്ത്രമാണ് വായുവ്യം, വായു. അപ്പോൾ അത് നേരെ വായുവിൻ്റെ അസ്ത്രമാണ്. അതേപോലെ ആഗ്നേയ അസ്ത്രമുണ്ട്. അപ്പോൾ അഗ്നി ഭഗവാനെ കൊണ്ടുള്ള അസ്ത്രമാണ് ആഗ്നേയ അസ്ത്രം എന്ന് പറയുന്നത്. പിന്നീട് നേരെ ഓരോ തരത്തിലുള്ളതായിരിക്കുന്ന അസ്ത്രങ്ങളെക്കുറിച്ച് ദേവതമാർക്കുള്ള ഈ അസ്ത്രങ്ങൾ, പിന്നീട് സാക്ഷാൽ ദേവന്മാരുടെ കൂടാതെ ഉള്ളതായിരിക്കുന്ന അസ്ത്രങ്ങളാണ് നേരെ ബ്രഹ്മദേവൻ്റെ അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം എന്നാണ്. അത് അവസാനമാണ് വയ്ക്കുന്നത്. പിന്നെ പാശുപതം എന്നുള്ളതായിരിക്കുന്ന അസ്ത്രം, പാശുപതം ശിവൻ്റെ അസ്ത്രമാണ്, പാശുപതാസ്ത്രം. അപ്പം അങ്ങനെ ഉള്ളതായിരിക്കുന്ന അസ്ത്രങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പം അത് കൂടാതെ നിരവധി മറ്റസ്ത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതായിരിക്കുന്ന അസ്ത്രങ്ങളുണ്ട്. അപ്പോൾ അതിന് നേരെ പറയുന്നത് നേരെ ഒരു ചക്രത്തിൻ്റെ രൂപത്തിലുള്ളതായിരിക്കുന്ന അസ്ത്രം. അപ്പം അത് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് പ്രയോഗിച്ചവൻ്റെ അടുത്തേക്ക് വരും. അപ്പം അത് ആ തരത്തിലുള്ളതായിരിക്കുന്ന അസ്ത്രം. പിന്നെ സുദർശനാസ്ത്രം തുടങ്ങിയിരിക്കുന്ന അസ്ത്രങ്ങൾ രാമായണത്തിൽ നിരവധി കാണാനായിട്ട് സാധിക്കും. പിന്നീട് നേരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന അസ്ത്രങ്ങളാണ് നേരെ സാധാരണഗതിയിൽ ഉള്ളതായിരിക്കുന്ന ഒരസ്ത്രം അയച്ചു കഴിഞ്ഞാൽ നിരവധി അസ്ത്രങ്ങൾ എങ്ങനെ പോകും, ആ രൂപത്തിലുള്ളതായിരിക്കുന്ന ആ അസ്ത്രങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ദേവനിർമ്മിതങ്ങളായിരിക്കുന്ന അസ്ത്രങ്ങളുണ്ട്. പിന്നീട് യമൻ കൊടുത്തതായിരിക്കുന്ന അസ്ത്രങ്ങളുണ്ട്, യമദേവൻ കൊടുത്തതായിരിക്കുന്ന അസ്ത്രങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന അസ്ത്രങ്ങൾ നിരവധി രാമായണത്തിലെ യുദ്ധത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ രാമായണത്തിൽ നേരെ ചക്രായുധങ്ങളുണ്ട്. അതേപോലെ അയച്ചു കഴിഞ്ഞാൽ ആ ചക്രം തിരിച്ചിങ്ങോട്ട് വരുന്നു, അതേപോലെയുള്ള അസ്ത്രങ്ങൾ. അതേപോലെ വായുവിൻ്റെ അസ്ത്രം, വായു വേഗത്തിൽ പോകുന്ന അസ്ത്രങ്ങൾ. അതേപോലെ വരുണൻ്റെ അസ്ത്രമോ ആഗ്നേയ അസ്ത്രം പ്രയോഗിച്ചാൽ വരുണാസ്ത്രം കൊണ്ട് കടത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നേരെ വിഷലിപ്തമായിരിക്കുന്ന അസ്ത്രങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നേരെ അതിന് നേരെ മറുപടിയായിരിക്കുന്ന നേരെ ധന്വന്തര അസ്ത്രമുണ്ട്. അതേപോലെ ഗരുഡാസ്ത്രം എന്ന് പറയും, നാഗാസ്ത്രം എന്ന് പറയും. അപ്പോൾ നാഗാസ്ത്രം അയച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയായിട്ടാണ് ഗരുഡൻ്റെ അസ്ത്രം അയക്കുക. നാഗാസ്ത്രം, ഗരുഡാസ്ത്രം, അതേപോലെ ഉള്ള അസ്ത്രങ്ങൾ. അതേപോലെ സാധാരണഗതിയിലുള്ളതായിരിക്കുന്ന ഒന്നയച്ചാൽ 100,000 10,000 ഇങ്ങനെ പരക്കുന്നതായിരിക്കുന്ന അസ്ത്രങ്ങൾ. അപ്പോൾ ഇതെല്ലാം രാമായണ കാലത്ത് നിരവധി അസ്ത്രങ്ങൾ നേരെ ഉണ്ടാക്കി എടുത്തതായിട്ടാണ് കണക്കാക്കുക. വാനരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസ്ത്രങ്ങളായിരുന്നില്ല, വാനരന്മാർ സാധാരണ കല്ലുകളായിരുന്നു. പക്ഷേ ഇന്ദ്രൻ്റേതായിരിക്കുന്ന അസ്ത്രങ്ങളുണ്ട്. അപ്പം അതേപോലെ നേരെ സാക്ഷാൽ വിഭീഷണന് മറ്റേ ഇന്ദ്രജിത്തിന് കൊടുത്തതായിരിക്കുന്ന അസ്ത്രമുണ്ട്. അപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ കൊടുത്തതായിരിക്കുന്ന അസ്ത്രം എന്താണ്? ഒരിക്കലും നേരെ അസ്ത്രം ഒടുങ്ങാത്ത ആവനാഴിയുണ്ട്, അത് ഇന്ദ്രജിത്തിൻ്റേതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ദ്രജിത്തിന് കിട്ടിയതായിരിക്കുന്ന അസ്ത്രങ്ങളാണ് നേരെ നിരവധി അസ്ത്രങ്ങൾ ഇന്ദ്രജിത്തിൻ്റേതുണ്ട്. അതേപോലെ കുബേരൻ്റെ അസ്ത്രങ്ങളുണ്ട്. അപ്പോൾ ഈ തപസ് ചെയ്തുകൊണ്ട് ഇന്ദ്രജിത്ത് എന്ന് പറയുന്നതായിരിക്കുന്ന ഇന്ദ്രനെയും ജയിച്ചു. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഇന്ദ്രജിത്തിൻ്റെ ഇന്ദ്രൻ കൊടുത്തതായിരിക്കുന്ന വസ്ത്രങ്ങൾ. അപ്പോൾ അങ്ങനെ ദേവലോകത്തും അതേപോലെ ഭൂമിയിലും പാതാളത്തുമുള്ള അസ്ത്രങ്ങൾ നേരെ രാമായണത്തിൽ ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ മേഘാസ്ത്രം. അപ്പോൾ മേഘം വെച്ചാൽ മഴ പെയ്ത് കഴിയും, അതിൽ മഴ പെയ്യും. അപ്പോൾ
നിരന്തരമായിട്ട് മഴ പെയ്യാം, മേഘത്ത് അപ്രത്യക്ഷമായിട്ട് തിരിച്ചങ്ങനെ വരിക. അപ്പം അങ്ങനെയുള്ള അസ്ത്രങ്ങൾ രാമായണത്തിൽ നിരവധി നമ്മൾ കാണാനായിട്ട് സാധിക്കും. അതേപോലെ ചില അസ്ത്രങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ഭൂമി തുറന്നകത്തേക്ക് അങ്ങോട്ട് പോകും. അപ്പം അതേപോലെ നേരെ ഒരസ്ത്രം അയച്ചു കഴിഞ്ഞാൽ അസ്ത്രം അതിൻ്റെ ശത്രുവിനെ പിന്തുടർന്നിട്ട് തിരിച്ച് ഇവിടെ എത്തിച്ചേരും. അങ്ങനെയുള്ള അസ്ത്രങ്ങളുണ്ട്. അപ്പോൾ പേരുള്ളതും പേരില്ലാത്തതുമായിരിക്കുന്ന നിരവധി അസ്ത്രങ്ങൾ രാമായണ യുദ്ധത്തിൽ പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മഹാഭാരതത്തിലെ അസ്ത്രങ്ങൾ വേറെയാണ്. രാമായണ കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിലുള്ള യുദ്ധത്തിലെ അസ്ത്രങ്ങളാണ്. അപ്പം അങ്ങനെ നിരവധി അസ്ത്രങ്ങൾ, അത് ദേവന്മാരുടെ പേരുള്ള അസ്ത്രമുണ്ട്, പക്ഷികളുടെ പേരുള്ള ഗാരുഡം തുടങ്ങിയിരിക്കുന്ന അസ്ത്രങ്ങളുണ്ട്. അതേപോലെ തന്നെ നേരെ നാഗങ്ങളുടെ പേരുള്ള അസ്ത്രങ്ങളുണ്ട്. അപ്പോൾ അതിൽ തന്നെ നേരെ മറ്റ് ചെറിയതായിരിക്കുന്ന കൊച്ചു കൊച്ചു അസ്ത്രങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ചെറിയ ചെറിയ അസ്ത്രങ്ങളൊക്കെ തന്നെ ആ രൂപത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന അസ്ത്രങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതേ കൂടാണ്ടാണ് ഈ ചക്രം പോലെയുള്ളതായിരിക്കുന്ന അസ്ത്രങ്ങളും നേരെ നിരവധി രാമായണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരെ ഭൂമിയുടെ അടിയിൽ പോകാൻ സാധിക്കും, തിരിച്ചു വരാൻ സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഒരസ്ത്രം പ്രയോഗിച്ചാൽ നേരെ അതിങ്ങനെ വളഞ്ഞു വരും. അതാണ് സപ്തസാലങ്ങളെ ഒന്നിച്ച് ഒരൊറ്റ അസ്ത്രമേ പ്രയോഗിച്ചുള്ളൂ. ഒരസ്ത്രം രാമൻ പ്രയോഗിച്ചപ്പോൾ എന്തായി? വളഞ്ഞ് നിർത്തുന്ന വൃത്താകൃതിയിൽ നിൽക്കുന്ന 7 വൃക്ഷങ്ങളെ പിളർന്നിട്ടാണ് നിങ്ങളുടെ തിരിച്ചു വന്നതെന്ന്. അപ്പോൾ അത് നേരെ അതിൻ്റെ ആ വെലോസിറ്റി അങ്ങനെയാണ് വരിക. അവരസ്ത്രമാണ്, പക്ഷെ അതിങ്ങനെ ഇവിടെ നയിച്ചാൽ അതിങ്ങനെ വളഞ്ഞിട്ടങ്ങനെ വരും. അതതിൻ്റെ ആ രൂപകൽപ്പന ആ രൂപത്തിലാണ്. അപ്പോൾ നമ്മുടെ ആധുനിക കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരിക്കുന്ന അസ്ത്രങ്ങൾ രാമായണത്തിൻ്റെ യുദ്ധത്തിൽ നേരെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേരെ വീണ്ടും വീണ്ടും രാമായണത്തിലെ ഓരോ അസ്ത്രങ്ങളും എടുത്ത് പരിശോധിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെയുള്ള അസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തത് എന്നുള്ളതാണ് അതിൻ്റെ സത്യമായിട്ട് വരുന്നത്.